ഹലോ ഫ്രണ്ട്സ്, ആദ്യർ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു നാടൻ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോവാട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ: തേങ്ങാക്കൊത്ത്, വലിയ ഉള്ളി കട്ട് ചെയ്തത്, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ തന്നെ തക്കാളി കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഫ്രൈ പാൻ അടുപ്പത്തോട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ആദ്യം തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണേ. നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന രീതിയിൽ നമുക്കൊന്ന് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കാം. ഇനി ആ കറിവേപ്പിലയും പച്ചമുളകും കട്ട് ചെയ്ത് വെച്ച സവാളയും എല്ലാം ഒന്ന് ചേർത്തെടുക്കാം. ഇനി നന്നായിട്ട് തന്നെ വാട്ടിയെടുക്കട്ടോ. നന്നായിട്ട് വാട്ടിയെടുക്കുക, ഒന്ന് നന്നായിട്ട് തന്നെ മുരിയിച്ചെടുക്കണം കേട്ടോ സവാള. അപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തെടുക്കുകയാണ്. ഒന്ന് കുഴഞ്ഞു വരുന്ന പരുവല്ല, നന്നായിട്ടൊന്ന് മുരിയണം കേട്ടോ. അപ്പോൾ ഒന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണ്ടേ. അടുപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടി നമുക്ക് ചേർത്തെടുക്കട്ടെ. അപ്പോൾ കണ്ടില്ല, നന്നായിട്ട് തന്നെ നല്ലൊരു മുരിഞ്ഞ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ ഉള്ളിയും തക്കാളിയും എല്ലാം. ഇനി പൊടികൾ ചേർത്തെടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി കേട്ടോ ചേർത്തെടുക്കുന്നത്. വേറെ പൊടികളൊന്നും ചേർത്തെടുക്കുന്നില്ല കേട്ടോ. ചിക്കൻ മസാല ഒന്നും നമ്മൾ ചേർത്തെടുക്കണില്ലേ. ഈ കാശ്മീരി മുളക് പൊടിക്ക് കളർ മാത്രമല്ല കേട്ടോ, അത്യാവശ്യം നല്ല എരിവുണ്ട്. അപ്പോൾ കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തെടുത്തിട്ടുണ്ട്. ആ പൊടികൾ പച്ചമണം മാറുന്ന രീതിക്ക് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കുക. ഇനി കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതാട്ടോ ചേർത്തെടുക്കുന്നത്. പെരിഞ്ജീരകം പൊടിച്ചതും ചേർത്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ഗരം മസാലയും ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഗരം മസാല ഞാൻ ഇവിടെ പൊടിച്ച പൊടി തന്നെ കേട്ടോ, അതും ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ചിക്കനും ആ മസാലയൊക്കെ കൂടി ചേരുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച തേങ്ങാക്കൊത്തും കൂടി ചേർത്തെടുക്കുക കേട്ടോ. ഇതിൽ ചിക്കൻ മസാല ചേർത്തെടുക്കരുത്, ഗരം മസാല ചേർത്തെടുത്താൽ മതി കേട്ടോ. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്ത് അടച്ച് വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഈ രീതിക്ക് ഒന്ന് ചിക്കൻ റോസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം എല്ലാവരും. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. ആ വെള്ളമെല്ലാം വെറ്റി കുറച്ചൊരു കുഴഞ്ഞ ഗ്രേവി മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ പറ്റി നിൽക്കുന്ന ഗ്രേവി മാത്രമേ ഉണ്ടാവുള്ളൂ. ഗ്രേവി അറിയാലേ മസാല മാത്രം പറ്റി പിടിച്ചിങ്ങനെ നിൽക്കുള്ളൂ കേട്ടോ. അത്ര ആ പരിപാട്ട വേണ്ടത് നമുക്ക്. നമ്മൾ അടിപൊളി ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.